ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ ശ്രദ്ധേയ രചനകളെ പരിചയപ്പെടുത്തുന്ന ആനുകാലികം പരിപാടിയുടെ 8ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭ്രഷ്ടരായി അലയുന്നവരുടെ കഥയാണ് ചെറുകഥ എന്ന് സാധാരണ പറയാറുണ്ട്. സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരാണ് മിക്കവാറും ചെറുകഥകളിലെ നായകന്മാരായി വരുന്നത്. കഥാപാത്ര പ്രധാനമായ ചെറുകഥകളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള നായകരെ നമുക്ക് കണ്ടെത്താം. ശ്രീ വി.എൻ. പ്രദീപ് എഴുതിയ മനോഹര ചരിതം ആട്ട ജീവിത കഥ എന്ന ചെറുകഥയിലും ഇത്തരത്തിലുള്ള ഒരാളാണ് നായകനായി വരുന്നത്. സ്വദേശാഭിമാനി ന്യൂസിന്റെ ഏപ്രിൽ-മെയ് ലേഖത്തിലാണ് ഈ കഥ വന്നിരിക്കുന്നത്. കനകമ്മാളിന്റെ യഥാർത്ഥ പ്രശ്നം കഥകളിയാണ്. കഥകളി എന്ന് കേട്ടാൽ കനകമ്മാൾ കലിതുള്ളും. അത്രയ്ക്ക് വെറുപ്പ്. കഥകളിയുള്ള രാത്രികളിൽ ഇത് പതിവാണ്. ഇതിലെ നായകൻ മനോഹരൻ എന്നയാളാണ്. സാധാരണ മറ്റു മനുഷ്യർ വിജയിക്കുന്ന കുടുംബ ജീവിതത്തിൽ മനോഹരൻ പക്ഷേ പരാജയപ്പെടുകയാണ്. അയാളുടെ പരാജയത്തിനുള്ള മുഖ്യ കാരണം താൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. തിരുവട്ടാട് കോവിലിലെ കളിക്ക് തിരശീല പിടിക്കാൻ എന്നെ ഒന്ന് കൊണ്ടുപോകണം. നെഞ്ചിരിപ്പോടെയും വിറയലോടെയും അയാൾ പറഞ്ഞു. ദമയന്തി ഒരു ബീഡിക്ക് തീ കൊളുത്തി കത്തിച്ചു കൊടുത്തത് മനോഹരൻ തന്നെ. ഒന്നും പറഞ്ഞില്ല. വീണ്ടും മനോഹരൻ. ദമയന്തിയിൽ നിന്നും അയാൾ തൃപ്പൂണിത്തുറ ദാമോദരനായി മാറി. കഥകളിയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് മനോഹരൻ. കഥകളിയിൽ തിരശീല പിടിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജീവിത സ്വപ്നമാണ്. ദമയന്തി എന്ന കഥകളിയിലെ വേഷത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന മനോഹരൻ ദമയന്തി വേഷം ധരിക്കുന്ന തൃപ്പൂണിത്തുറ ദാമോദരനെ കണ്ട് തനിക്ക് തിരശീല പിടിക്കാനുള്ള ജോലി സംഘടിപ്പിച്ചു തരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. സ്വന്തം കുട്ടിക്ക് പെൻസിൽ വാങ്ങിക്കൊടുക്കാൻ പോലും മനോഹരന് കഴിയുന്നില്ല. അത്രമാത്രം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന, ഉപജീവന വഴി കണ്ടെത്താനാവാത്ത മനോഹരൻ എന്ന ഈ കഥാപാത്രം ഒടുവിൽ ഒരു കഥകളി അരങ്ങ് തിരഞ്ഞു പോകുന്നതും അവിടെ തിരസ്കരിക്കപ്പെടുന്നതും ഒടുവിൽ അദ്ദേഹത്തിന് സമനില തെറ്റുന്നതുമാണ് കഥയുടെ വിഷയം. മനോഹരന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നല്ലവനായ സൃഷ്ടാവ് അവനുമേൽ ഉത്തരവാദിത്വങ്ങൾ ഒന്നും വച്ചു കെട്ടിയിട്ടില്ല. ഭാരമില്ലാത്ത ജീവിതം. അവസാനമാകുമ്പോഴേക്ക് ഭ്രമാത്മകതയുടെ ഒരു അന്തരീക്ഷത്തിലാണ് മനോഹരൻ എത്തുന്നത്. മനോഹരൻ ചാടി എണീറ്റു. പുലർന്നിരിക്കുന്നു. കേൾക്കുന്നത് കഥകളി പദമല്ല, ഒരു ഇടിവെട്ടുന്ന മുഴക്കം മാത്രം. ലക്ഷ്യമില്ലാതെ വിയർത്തു കുളിച്ചു നടന്നു. നേർക്കുനേർ വന്നവർ അവന്റെ മുഖം നോക്കി പൊട്ടിച്ചിരിക്കുന്നു. സ്കൂളിൽ പോകുന്ന പയ്യന്മാർ അവന്റെ പിറകെ പോയി, അവന്റെ മുഖം വന്ന് കണ്ട് ചിരിക്കാൻ. ഹാഫ് സാരി ചുറ്റിയ തമിഴ് പെണ്ണുങ്ങളും മൂക്കുത്തിയിട്ട പാട്ടിമാരും മനോഹരനെ കണ്ട് ചിരിച്ചു. ചുറ്റും ചിരി പടർന്നു പിടിച്ചു. കഥകളി രൂപങ്ങളും നിത്യജീവിതത്തിലെ മറ്റു കാര്യങ്ങളും ഇടകലർന്നു വന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭ്രമാത്മകതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അപ്രതീക്ഷിതമായി കാർമേഘം വന്ന് ആകാശം മൂടി. ബൈബിൾ വചനം പോലെ കാർമേഘത്തിൽ നിന്നും വഴി തെളിയിക്കാൻ ആശ്വാസമായി വെള്ളി വെളിച്ചം. യാത്രക്കാർക്കിടയിൽ ബസ്സിലിരുന്ന് തൃപ്പൂണിത്തുറ ദാമോദരൻ കൈയെടുത്തു കാണിച്ചു. ഇടം വലം അറിയാത്ത അയാൾ നിലാവ് കണ്ട വഴിയിലൂടെ നടന്നു.